ആശാവർക്കേഴ്സുമായുള്ള ആരോഗ്യമന്ത്രിയുടെ തുടർ ചർച്ച വൈകും. സമരക്കാരെ ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ലെന്നും ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. പഠനസമിതിയെ നിയോഗിക്കാമെന്ന സർക്കാർ നിർദ്ദേശം അംഗീകരിക്കില്ല എന്നാണ് സമരം ചെയ്യുന്ന ആശാവർക്കേഴ്സിന്റെ നിലപാട്. ഇന്നലെ നടന്ന ചർച്ച പരാജയമായതോടെ ഇന്ന് വീണ്ടും ചർച്ചയെന്നായിരുന്നു ആദ്യത്തെ തീരുമാനം. എന്നാൽ സമരക്കാരെ ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല എന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചു. പഠനസമിതിയെ നിയോഗിക്കാമെന്നതാണ് സർക്കാരിന്റെ നിലപാട്. ഓണറേറിയം വർധന ഉൾപ്പെടെ പഠനസമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാമെന്ന് സർക്കാർ പറയുന്നു. ഈ നിർദ്ദേശം മറ്റെല്ലാ സംഘടനകളും അംഗീകരിച്ചു. എന്നാൽ സമരം ചെയ്യുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഈ തീരുമാനം അംഗീകരിച്ചില്ല. ഓണറേറിയം വർധനയല്ലാതെ ഒരു സമവായത്തിനും സമരക്കാരില്ല. ഇനിയൊരു കമ്മിറ്റിയെ വെച്ചിട്ട് പഠിച്ച് 3 മാസം കഴിയുമ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാന്ന് പറയുമ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ മറ്റൊരു പ്രപ്പോസൽ വെച്ചു. ഓണറേറിയത്തിന്റെയും വിരമിക്കൽ ആനുകൂല്യവും സംബന്ധിച്ച് ഈ കമ്മിറ്റി പഠിക്കേണ്ട കാര്യമില്ല, അത് സർക്കാർ പ്രഖ്യാപിച്ചാൽ മതി എന്ന് പറഞ്ഞു. സെക്രട്ടേറിയറ്റ് മുൻപിലെ അനിശ്ചിതകാല രാപ്പകൽ സമരം ഇന്ന് 54ാം ദിവസത്തിലാണ്. നിരാഹാര സമരം 16 ദിവസം പിന്നിട്ടു. തീരുമാനമായില്ലെങ്കിൽ പുതിയ സമര രീതികൾ ഉൾപ്പെടെ പരീക്ഷിക്കാനാണ് സംഘടനയുടെ തീരുമാനം. 24 തിരുവനന്തപുരം.